ഹദീസിലുണ്ട് 3 ദുആകൾ ഉറപ്പായും ഉത്തരം ലഭിക്കുമേ. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് മറയില്ല, ഉത്തരമുണ്ട്, ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനും അവനും ഇടയിൽ യാതൊരുവിധ മറയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനകളാണ് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥനയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയില്ലേ, ഹലാലായ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ദുആഇന് ഇജാബത്താണ്, ഉത്തരമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വദഅവത്തുൽ വാലിദി അലൽ വലദി, മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാകുന്ന രക്ഷിതാക്കളുടെ ദുആയില്ലേ, ഇജാബത്ത് ഉറപ്പാണ്, ഉറപ്പാ. അനുകൂലമായി ദുആ ചെയ്താലും ഉറപ്പാണ്, പ്രതികൂലമായി ദുആ ചെയ്താലും ഉറപ്പാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മക്കളെ ശപിക്കാൻ പാടില്ല. നീ ഗുരുത്തം കെട്ടവനാകും, നീ പോക്കിരിയാകും, നീ തമ്മാടിയാകും, നീ നശിച്ചു പോകട്ടെ എന്ന് ഒരു വാപ്പയും ഉമ്മയും പറയരുതേ. അത് ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന നാശമാണ്, ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന നഷ്ടമാണ്. അത് ഉറപ്പായിട്ടും ഫലിക്കുമേ. ദഅവത്തുൽ വാലിദി അലൽ വലദി, മക്കൾക്ക് എതിരായി കൊണ്ടുള്ള മാതാപിതാക്കളുടെ ദുആവും അല്ലാഹു സ്വീകരിക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്, റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളാരാ. എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും അവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് സാലിഹീങ്ങളാകുന്ന ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കി മാറ്റിത്തരണേ അല്ലാ. പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളെ, ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും ജീവിതത്തിൽ ഇനി കൊണ്ടുവരേണ്ട പ്രാർത്ഥനയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെയും, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ദുആ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇണകളെ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെയും കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണേ അല്ലാ. 18 വയസ്സുള്ളതാകുന്ന പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ ചൂടറിയാ ലസ്ബിയനായി ജീവിക്കാൻ ഒരുമ്പിടുന്ന കാലഘട്ടമാണ്. എത്രയെത്ര ഉമ്മമാരാണ് സങ്കടത്തോടുകൂടി വിളിക്കുന്നത്, ഉസ്താദ് എന്റെ മകള് അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം ഒളിച്ചോടാൻ തയ്യാറാണ്, അവനുമായി വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ വിവാഹം ചെയ്യും, രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്ന് പരസ്യമായി വീട്ടിൽ വന്നുകൊണ്ട് പെൺകുട്ടികൾ വല്ലാത്ത ശബ്ദത്തിൽ പറയുന്ന കാലഘട്ടമാണ്. കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാകുന്ന ഹൈന്ദവരും ക്രൈസ്തവ മതത്തിലുള്ളതാകുന്ന പെൺകുട്ടികളുമായി വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടികൾ തന്നെ പരസ്യമായി വീട്ടിൽ വന്നുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന അവസ്ഥയാണ്. കരയുന്ന ഉമ്മയാണ്, വാപ്പ ഗൾഫിലാണ്, കരയുന്നത് ഉമ്മയാണ്, വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. യതീമായ പൊന്നുമേൾക്ക് വേണ്ടി അയൽവാസികളുടെ വീട്ടിൽ പോയിട്ട് എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിലൂടെ കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് വിദൂര വിദ്യാഭ്യാസം കൊടുത്ത് ഡോക്ടറേറ്റ് നൽകിയതാകുന്ന പൊന്നമോട് 25-ാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹം കഴിയെന്ന് പറഞ്ഞിട്ട് അവസാന ഉമ്മാക്ക് വിഷമുണ്ടാക്കുന്ന വർത്തമാനം പറയുകയാണ്. ലോൺ എടുത്തുകൊണ്ട് വീട് മുഴുവനും കൊണ്ടുപോയി കൊടുത്തിട്ട് എല്ലാ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചിട്ട് ആ മക്കൾ വിളിച്ചു പറയാണ്, വാപ്പ എനിക്ക് വേണ്ട, ഉമ്മ എനിക്ക് വേണ്ട, എനിക്ക് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനെ മതി, ഇന്ന സമുദായത്തിൽ പിറന്നവനുമായി ജീവിച്ചാൽ മതി, എനിക്ക് മതത്തിന്റെ മൂല്യത്തോട് താല്പര്യമില്ല, എനിക്ക്
എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് നിസ്കാരം വേണ്ട, എനിക്ക് നോമ്പ് വേണ്ട, സക്കാത്ത് വേണ്ട, ഹജ്ജ് വേണ്ട, എനിക്ക് അല്ലാഹു വേണ്ട, എനിക്ക് റസൂൽ വേണ്ട, എനിക്ക് നിരീശ്വരവാദി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആധുനിക നവതലമുറയിലേക്ക് നമ്മുടെ മക്കള് മാറിയല്ലേ? ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരുമായി ഒന്നിച്ചെനിക്ക് കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ആൺകുട്ടികൾ പോലുമുള്ള കാലഘട്ടമല്ലേ? LGBTQ-ന്റെ യുഗമല്ലേ? ലെസ്ബിയനായി ജീവിക്കുന്ന പെൺകുട്ടികളില്ലേ? ഗേകളായി ജീവിക്കുന്ന ആൺകുട്ടികളില്ലേ? അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം കഴിയാൻ താല്പര്യം വെക്കുന്ന യുവാക്കളും യുവതികളുമില്ലേ? എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, പരിശുദ്ധ പ്രവാചകരുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളാൻ, മദ്രസ വിദ്യാഭ്യാസത്തിന് താല്പര്യം കൊടുക്കാൻ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംഭ്രമം പള്ളിയുടെ അകത്തളത്തിൽ നടക്കുന്ന ഖുർആനിന്റെ പാരായണ മജ്‌ലിസിലേക്കൊന്ന് കടന്നിരിക്കാ നമ്മുടെ മക്കള് തയ്യാറാകാത്ത കാലഘട്ടമല്ലേ? ലഹരിയുടെകമായി മക്കള് മാറിയില്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ കൈകളിൽ പോലും മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ള ലഹരി ഉപയോഗങ്ങൾ അതിക്രമിച്ചില്ലേ? എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് സമൂഹത്തിൽ അധികരിക്കുന്നത്? തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെ പോലും കടന്നുപിടിക്കാൻ തയ്യാറാകുന്ന 16 കഴിഞ്ഞ ആൺകുട്ടികളുള്ള കാലഘട്ടമല്ലേ? മാതാവിന് ലൈംഗികമാകുന്ന ചേഷ്ടകൾ കൊണ്ട് അവരെ മോശമാകുന്ന രീതിയിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന തലത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലയോ? കള്ളിൻ്റെതാകുന്ന അതിപ്രസരത്തിൽ സ്വന്തം പെൺകുട്ടിയെ പോലും തിരിച്ചറിയാതെ മകളെ മൃഗീയമായി പീഡിപ്പിച്ചതാകുന്ന ആളുകൾ പോലും ഈ കേരളത്തിലുണ്ടായിട്ടില്ലയോ? എന്തുകൊണ്ടാണ് മുസ്ലിമേ നീ നന്നാവാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിനെ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ല, ഈ 3 ദിവസത്തിന്റെ മതവിജ്ഞാന വേദിയിൽ നിന്നുകൊണ്ട് സംഭ്രമം ജുമാ മസ്ജിദിലെ പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദുമാർക്ക്, പരിപാലക സമിതിക്ക് അടക്കം പറയാനുള്ളത്, നൂറുൽ ഹുദയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളടക്കമുള്ളതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണേ, ഖുർആനുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി നിലനിർത്തണേ, വീടിനകത്തലങ്ങളിൽ ഈമാൻ പരിപൂർണമായി നിലനിർത്താൻ പരിശ്രമിക്കണം, നമസ്കാരങ്ങൾ ചിട്ടയുണ്ടാവണം, ഖുർആനോദലുകൾ ഉണ്ടാവണം, വിക്രം സ്വലാത്തുമായിട്ട് നമ്മുടെ വീടിന്റെ അകത്തലങ്ങൾ മുഖരിതമാകണം. ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പ് വേണ്ട ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ആത്മീയത ഇന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. കോഡ് വന്നതിന് ശേഷം വാദ കേൾക്കാൻ ആളുകളില്ല, ദീൻ പറയാൻ ആളുകളില്ല, ഖുർആൻ നല്ലതുപോലെ കേട്ടുകൊടുക്കാൻ, ഖുർആൻ ഒന്ന് ഖത്മ തീർക്കാൻ പറ്റുന്ന ആളുകളില്ല. മുമ്പ് ജുമഅയ്ക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തന്നെ പള്ളികൾ സജീവമാണ്. ഖുർആൻ ഓതാണ്, അൽ കഹ്ഫ് സൂറത്ത് ഓതാത്ത ഒരൊറ്റ മുഅ്മിനും വെള്ളിയാഴ്ച ഉണ്ടാവില്ല. ജുമഅ കഴിഞ്ഞിട്ട് വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാത്ത ഒരൊറ്റ മക്കളും ഉണ്ടാവാറില്ല. ഇന്ന് എത്ര പേരാണ് ഖബർ സിയാറത്ത് ചെയ്യാറുള്ളത്? വാപ്പയ്ക്ക് ജീവിതത്തിൽ പ്രയാസം കൊടുത്തിട്ടുള്ള മക്കളല്ലേ? ഉമ്മയെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള മക്കളല്ലേ? നിങ്ങൾക്ക് വാപ്പയുടെ പൊരുത്തം വേണോ? നിങ്ങൾക്ക് ഉമ്മാടെ പൊരുത്തം വേണോ? ഖബർ സിയാറത്ത് നിർബന്ധമാണ്, ഖബർ സിയാറത്ത് നിർബന്ധമാണ്. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും, വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും, വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലയളവിൽ അവരെ ശുശ്രൂഷിച്ചവരാണ്, അവരെ നോക്കിയവരാണ്, അവർക്ക് ഭക്ഷണം കൊടുത്തവരാണ്, അത് വാരിക്കൊടുത്തവരാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവരാണ്, അവരുടെ മലവും മൂത്രവും ഒക്കെ എല്ലാം കഴുകി ശുദ്ധീകരിച്ച് ശരീരത്തെ വൃത്തിയാക്കി കൊണ്ടു നടന്ന പൊന്നുമക്കളാണ്, പൊന്നുമോനാണ്, പൊന്നുമോളാണ്. പക്ഷേ വാപ്പ മരിച്ചതിന് ശേഷം ഖബറിന്റെ അടുക്കൽ പോകാതെ മരണപ്പെട്ടതാകുന്ന പിതാവിന് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതാത്ത പ്രിയപ്പെട്ട പൊന്നുമോളുണ്ട്.
പറയുന്നു. അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്, തീർച്ചയായിട്ടും അവർക്ക് മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടാവില്ല, അവർക്കൊരിക്കലും അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാവില്ല. വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹിന്റെ പൊരുത്തമുണ്ടാവില്ല. എന്നാൽ ജീവിതത്തിൽ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവൻ, പ്രയാസപ്പെടുത്തിയ ആളാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മരണപ്പെട്ടു. വാപ്പയുടെ ഖബറിന്റെ സമീപത്ത് സ്ഥിരമായി പോകുകയാണ്. ഒരു ദിവസം പോലും മുടങ്ങുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചകളും ചെല്ലുകയാണ്. എല്ലാ ദിവസവും യാസീനോദും. വെള്ളിയാഴ്ചകൾ പോയി അൽ കഹ്ഫ് ഓതി യാസീനോദി അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അയിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നു, ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. ജീവിതത്തിൽ വെറുപ്പിച്ചവർ ഖബറിന്റെ അടുക്കൽ പോയി കൊണ്ട് ശരിക്ക് ദുആ ചെയ്ത് അങ്ങനെ കാലാകാലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാപ്പാക്ക് പൊറുക്കലിനെ തേടി, ഉമ്മാക്ക് പൊറുക്കൽ നേടി, അവരോട് മോശമായി പെരുമാറി എളിയവന്, ഈ പാവപ്പെട്ടവന് പുറത്തു തരണേ എന്ന് പറഞ്ഞ് അവരോട് അടുക്കൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ നാഥനായ റബ്ബിലേക്ക് യാസീനോദി ദുആ ചെയ്യുന്നവരെ നിനക്കല്ലാഹു നന്മ ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുമേ. അവർ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്തവനാണ്, പക്ഷെ മരിച്ചിട്ട് ഒരു ഫാത്തിഹ പോലും ഓതിയിട്ടില്ല, ഖബറിന്റെ സമീപത്ത് പോകുന്നില്ല, എന്നാൽ അവനെ മോശപ്പെട്ടവനായി രേഖപ്പെടുത്തുമേ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നന്മ ചെയ്തു, പക്ഷെ മരിച്ചതിന് ശേഷം വാപ്പാടെ ഖബർ എവിടാന്നറിയാൻ മേല. അങ്ങനത്തെ മക്കളുണ്ട് ഇന്ന് ആരാണ്? അല്ലേ? ശരിയല്ലേ? ആദ്യത്തെ ഒരു കൊല്ലം ആണ്ട് കഴിയുന്നവരെ പക്ക ഭയങ്കര സിയാറത്ത്, പിന്നെ കഴിഞ്ഞിട്ട് അറിയില്ല. ചിലർ 40 വരെ പോകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ ആ പരിസരത്തേക്കില്ല. പിന്നെ പള്ളിക്കാട്ടിൽ എവിടെയാവോ പോയി നിൽക്കാൻ. ആദ്യം ഖബറിന്റെ അടുത്ത് വന്ന് നിന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് കാടാണ്. പിന്നെ വെട്ടിത്തെളിക്കാനൊന്നും പോകുന്നുമില്ല, ആരെയും ഏൽപ്പിക്കുന്നുമില്ല. പിന്നെ ഇപ്പുറത്തോട്ട് ആ റോഡിലോട്ട് പോകുന്ന ആ വഴിയുണ്ട്, ആ വഴിയുടെ അവിടെ നിൽക്കുന്നതാണ്. പിന്നെ പള്ളിക്കകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങി. കാരണം ഇവന് തന്നെ അറിയാൻ മേലെ എവിടെയാന്ന് അറിയാൻ മേലെ ഖബർ. ആ ഒരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവൻ ആരായി മാറും? ഇവൻ വെറുപ്പിച്ചവനായിട്ട് എഴുതപ്പെടും. വാപ്പാടുമാടും വെറുപ്പ് സമ്പാദിച്ചവനാണ് ഇവൻ. ജീവിച്ചിരിക്കുമ്പോൾ വലിയ ഓത്തും കാര്യമൊക്കെ ആയിരുന്നു, ഭയങ്കര ശുശ്രൂഷയായിരുന്നു. പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. ഇവൻ വെറുപ്പിച്ചവനായി എഴുതപ്പെടും. വാപ്പാടുമാടും പൊരുത്തമില്ല. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിയിടും. ദുആ ചെയ്ത് ഖബറിന്റെ അടുക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് ദ്വാരക്ക് ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങത്തില്ല. കറക്റ്റായിട്ട് അവിടെ ചെല്ലും. ഖബറിന്റെ പരിസരത്ത് നിന്ന് റാഹത്തായിട്ട് വൃത്തിയായിട്ട് ദ്വാരക്കും. അവൻ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസാണ് ഇത്, വെറുതെ പറയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻസാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്താൽ, പഠിച്ചു വെക്കണേ, ഈ സിയാറത്ത് പുരുഷന്മാർക്കാണ് സുന്നത്തുള്ളത്. സാധാരണക്കാരന്റെ ഖബർ സിയാറത്തുള്ള സുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. നിങ്ങൾ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മസാറുകൾ സന്ദർശിക്കാം. വാപ്പയും ഉമ്മയും എന്ന് തുടങ്ങുന്ന സാധാരണക്കാർ മരിച്ചാൽ അവരുടെ ഖബർ സിയാറത്ത് നിങ്ങൾക്ക് സുന്നത്തില്ല. ആൺകുട്ടികളാകുന്ന ആളുകൾ പോയി ഖബറിന്റെ സമീപത്ത് പോയി സിയാറത്ത് നടത്തിയാൽ കുതിബ ലഹു ബറാ, അവർക്ക് ഗുണം ചെയ്തവരായി രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പെൺകുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ നോദിക്കോ. നിങ്ങൾ മറങ്ങാതെ യാസീൻ ഓത്. എല്ലാ ദിവസവും ഓതുന്ന യാസീൻ. എന്തായാലും ഒരു യാസീൻ ഓതുവല്ലോ. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ യാസീൻ ഓതിയിട്ട് അപ്പാക്കും ഉമ്മാക്കും ഹദിയ ചെയ്യും. അള്ളാഹു ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം എന്റെ മരണപ്പെട്ട വാപ്പാക്ക് മരണപ്പെട്ട ഉമ്മാക്ക് നീ എത്തിക്കണേ. എല്ലാ ദിവസവും ഓതുവല്ലേ യാസീൻ. അതങ്ങനെ ദുആരക്കണം. യാസീൻ കഴിഞ്ഞാൽ വേണ്ടി മുറിച്ചമീൻ മറിച്ചിടാൻ പോലല്ല. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യേ. ദുആയിലെ കാതൽ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുർക്കും നീ പുറത്തു കൊടുക്കണേ. അങ്ങനെ പൊറുക്കലിനെ തേടുന്നതാകുന്ന മക്കൾ തീർച്ചയായും രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പാക്കുമ്മ. കാരണം എന്താ? മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികളെ ഫത്ഹുൽ മുഈന്റെ ശറഹിൽ കാണാം, ഇആനത്തു താലിബിൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. എല്ലാ ദിവസവും
ഇല്ലിയനിലേക്ക് മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുക ഇല്ലിയനിലേക്കാണ്. ഇല്ലിയനിൽ നിന്ന് ഒന്നാനാകാശത്തേക്ക് ഇലാ സമാഇ ദുനിയ, ഒന്നാനാകാശത്തേക്ക് അർവാഹുകൾ ഇറങ്ങി വെക്കും. ഫയഖിഫു ഹിദാഅ ബുയൂതിഹിം, മരണപ്പെട്ടു പോയതാകുന്ന ആളുകളെ വീടിന് നേർക്ക് നേരെ നിൽക്കും. ഇപ്പൊ ഇതാണ് എന്റെ വീട് എങ്കിൽ ആ വീടിന്റെ മച്ചിന്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് വാപ്പയും മരണപ്പെട്ടു പോയവർ വന്ന് എല്ലാ രാത്രിയിലും നിൽക്കും. എന്നിട്ട് വിളിക്കും, യാ ബുനയ്യ യാ ബിനാഇ വയാ അസ്ദിഖാഇ, എന്റെ കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, വയാമൻ ഖസമു ബുയൂതനാ വ അംവാലനാ, ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ സ്വത്തുകളും ഒക്കെ വീതിച്ചെടുത്തതാകുന്ന പ്രിയപ്പെട്ട മക്കളെ, ഇർഹമൂന, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ, യർഹമുക്കുമല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ 1000 തവണ അവന്റെ വീടിന്റെതാകുന്ന മുകൾ ഭാഗത്ത് ഒന്നാനാകാശത്തിൽ നിന്നുകൊണ്ട് വീടിന്റെ നേരെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കേഴുമെന്ന് ഇമാമികൾ രേഖപ്പെടുത്താം. വാപ്പായുമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളാ സമയത്ത് പിടിപ്പിക്കുക, സാധനം പിടിപ്പിക്കുക, തലേ കയറ്റാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ആ സമയത്ത് കഞ്ചാവടിക്കാണ്, നമ്മൾ ആ സമയത്ത് ലഹരി നുണയാണ്, നമ്മൾ ആ സമയത്ത് വർക്കല ബീച്ചിൽ അന്യരാകുന്ന സ്ത്രീകളുമായിട്ട് കൊഞ്ചിക്കൊഴയാൻ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. മുമ്പ് കോവളമായിരുന്നു, പാക്ക മാറി, ഇപ്പൊ വർക്കല പാട്ടുപാടി നടക്കാണ്. മഗ്‌രിബും ഇല്ല ഇശായും ഇല്ല, തെന്നിക്കളിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ നമ്മൾ നന്നാകും, എങ്ങനെ നമ്മുടെ തലമുറ രക്ഷപ്പെടും? അതുകൊണ്ട് ദുആ ചെയ്യും. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, ആ മക്കളെ നമുക്ക് കിട്ടണം. പുതിയ തലമുറ അതായി മാറണം. ഇന്ന് കബറിൽ പോകുന്നവരില്ല, ഞാൻ വെറുതെ പറയില്ല. വെള്ളിയാഴ്ച വന്ന് നോക്ക്, നിങ്ങൾ എത്ര പേര് കബറിന്റെ അടുത്ത് പോകുന്നുണ്ട്? നിന്റെ വാപ്പാടെ കബറോടാന്ന് ചോദിച്ചാൽ വാ വിളിക്കും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ മോദിൻ ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ഓടി വന്നിട്ട് പറഞ്ഞത്, ഉസ്താദ് ദുആ ചെയ്യണം എനിക്ക് വേണ്ടിയും എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി. അമീറുൽ മുഅ്മിനീൻ എന്നാണ് ഈ നാട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത്. മുഅ്മിനീങ്ങളുടേതാകുന്ന നേതാവ്, എത്ര മനോഹരമായ നാമമാണ്, മാഷാ അല്ലാഹ്. അമീർ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അമീറുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഒരു മകൻ തന്റെ പ്രിയപ്പെട്ട മക്കൾ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണമെങ്കിൽ തീർച്ചയായും ആ മകന്റെ ഹൃദയത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകണം. ആ വാപ്പയെ റോൾ മോഡലാക്കിയിട്ട് വാപ്പയെ ജനങ്ങൾ സ്നേഹിച്ചതുപോലെ എന്നെയും നാളെ ജനങ്ങൾ സ്നേഹിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാകുന്ന പിൻതലമുറ ഉണ്ടാവണമെന്നുള്ള ആശയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. സാധിക്കുന്നുണ്ടോ നമുക്ക്? നമ്മൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ പറയുന്നത് നമ്മുടെ ബിസിനസ്, നമ്മുടെ കാര്യം മാത്രം നടന്നാൽ മതി. കച്ചവടമൊക്കെ റാഹത്താകാൻ ദ്വാരക്കുസ്താദേ, കച്ചവടമൊക്കെ മെനയാകാൻ ദ്വാരക്കുസ്താദേ. ഇതിനപ്പുറം മരണപ്പെട്ടതാകുന്ന പിതാവിന് വേണ്ടി വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യിക്കുന്ന സാലിഹീങ്ങളാകുന്ന മക്കളെ, എന്റെ ആഖിബത്ത് നന്നാകണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുന്ന തലമുറകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതില്ലാതായി പോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, പ്രിയപ്പെട്ടതാകുന്ന അമീറുൽ മുഅ്മിനീൻ എന്ന വിളിപ്പേരുള്ള പാവപ്പെട്ടതാകുന്ന സഹോദരൻ ഏത് മജ്‌ലിസിലും വിനീതം വാദ് പറഞ്ഞാൽ ഒന്നാമത്തെ സഫിൽ വന്നിരുന്നുകൊണ്ട് വ്യക്തിയാണ്. കടക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വാദ് പറയാൻ വരുന്ന ഓരോ വർഷങ്ങളും കൃത്യമായ റമദാനിൽ ഒന്നാമത്തെ സഫിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് വാദുകൾ കേൾക്കുകയും ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തി നല്ല ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമടക്കം ഞങ്ങളുടെ മഹല്ലുകളിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന സാധുക്കളായ ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, മാതാപിതാക്കൾ, ഒരുപാട് സാധുക്കൾ, മക്കൾ തിരിഞ്ഞു നോക്കാത്ത എത്രയോ രക്ഷിതാക്കളുണ്ട്. ഒരു ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ രാത്രിയിലും ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പിന്റെ പ്രകാരം നിർദ്ദേശപ്രകാരം ഇല്ലീനിൽ നിന്ന് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുമെന്ന് വീട്ടുകാരോട് കുടുംബക്കാരോട് സ്വത്ത് വീതിച്ചെടുത്തുകൊണ്ടുപോയ ആളുകളോട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആഇന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ആ സാധുക്കൾക്ക് വേണ്ടി കടക്കൽ ജമാഅത്തിൻ്റെതാകുന്ന സംഭവം മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തിരുന്നുകൊണ്ട് ഈ രാത്രി സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി കേഴുന്നു. അല്ലാഹ്, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ അവർക്ക് നീ പരിപൂർണമായ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, പരിപൂർണമായ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
മക്കളെ അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ നമ്മുടെ മക്കളെ ദീൻ ഉപദേശിച്ച് ദീനിയായ ചിട്ടയിൽ വളർത്തണം. നിസ്കാരമുള്ളവരായി മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമുള്ളവരാക്കി ആ മദ്രസയിൽ നിന്ന് പഠിച്ചുകൊണ്ടുവരുന്ന ഭാഗങ്ങൾ കൃത്യമായി ദിവസം 1 മണിക്കൂർ സമയം കൊടുത്തത് പഠിപ്പിച്ച് വൃത്തിയാക്കിയിട്ടേ ഭൗതികതയിലേക്ക് വിടാവുള്ളൂ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു പ്രവാചകനാണോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന തിരുവചനങ്ങളിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ മക്കൾ അനുഗ്രഹമാണെന്ന് പഠിപ്പിച്ചതാകുന്ന ഖുർആൻ മക്കൾ ലോകത്തിന് സമ്മാനമാണ്, അവർ ഏറ്റവും വലിയ ആനന്ദമാണ്, ജീവിതത്തിൻ്റെതാകുന്ന ആശ്വാസമാണെന്ന് പഠിപ്പിച്ചതാകുന്ന പ്രവാചകർ തന്നെ സൂറത്തു തഗാബുനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങളുടെ ഇണകളിൽ ഉണ്ട് കേട്ടോ, അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് പഠിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്ക് തുണയാവില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളുടെ ഓരം ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കൾ നാളെ നിങ്ങളുടെ ശത്രുക്കളായേക്കാം. പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ കടക്കൽ നിവാസികളെ, സംഭ്രമത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ലോകത്തുള്ള വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു വിളംബരം നടത്തുകയാണ്. ഇന്ന മിൻ അസ്വാജികും വഔലാദികും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലുമുണ്ട് അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് കേട്ടോ. ഏത് മകനാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക? നാളെ മരിച്ച് കബറിൽ കിടക്കുമ്പോ സംഭ്രമം മള്ളിയുടെ കബർസ്ഥാനിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്ത് വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, അങ്ങേക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുന്ന ഏത് മകനാണ് അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അല്ലയോ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്ക് അല്ലാഹു ഗുണവും രക്ഷയും ചൊരിയട്ടെ. ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീനോദി ദുആ ചെയ്യുന്നതാകുന്ന സാലിഹാകുന്ന മകനേതാണ്? ആരാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നവൻ? ആരാണ് നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിസ്കാരമില്ലാത്ത, കള്ളു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, റീൽസ് കളിച്ചുകൊണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു നട്ടിരുന്നുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്ന ഏത് മകനാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യാത്തവനായി നാളെ നിങ്ങൾക്കെതിരായി കടന്നു വരിക? മഹ്ശറയിൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ഇന്ന മിൻ അസ്വാജികും ഔലാദികും, നിങ്ങളുടെ ഭാര്യയെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ശ്രദ്ധിക്കണേ. അവരിൽ ചിലർ നിങ്ങൾക്ക് ശത്രുക്കളായി വരാമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹ്ദറൂഹും, അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ജാഗ്രത വെച്ചവരുടെ വിഷയത്തിൽ നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളെയും ഭാര്യയും ഭർത്താവിനെയും, ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യ, അങ്ങനെയാണ് രണ്ടു കൂട്ടരും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. ദീനിന്റെ വിഷയത്തിൽ അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തണം. ഭാര്യ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരുണ്ടല്ലോ ചിലർ പ്രശ്നം. ഭാര്യ നല്ല ദീനിയത്ത്, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, ഖുർആനോത്തുണ്ട്, അദ്കാറുണ്ട്, ഔറാദുണ്ട്, എല്ലാം ഉണ്ട്. ഭർത്താവോ കവട്ടയടിച്ച് നടക്കാൻ, കള്ളും കഞ്ചാവുമാണ്. 4 കാലയിലെ വരുവുള്ളൂ. വൈകിട്ട് ജോലിക്കൊക്കെ കാര്യമായിട്ട് രാവിലെ അവൂല് വക്കത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. വൈകിട്ടാവുമ്പോൾ 4 കാലാണ്, 8-10 വേറെ കോലത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. ഒച്ചപ്പാടും ബഹളവും, മക്കളെ എടുത്തിട്ട് അടിക്കല്, വീട്ടിലുള്ള സാധന സാമഗ്രികൾ മുഴുവൻ വലിച്ചെറിയല്, കറിക്കൽപ്പോ ഉപ്പ് കൂടിപ്പോയാൽ കറിച്ചട്ടി എടുത്ത് ഭാര്യയുടെ തലക്കടിക്കൽ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുമായിട്ട് സുബഹി വരെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും. വീട്ടിലൊരു സമാധാനം ഇല്ല, അയൽവാസികൾക്കില്ല, നാട്ടുകാർക്കില്ല, സമൂഹത്തിനില്ല, എല്ലാവർക്കും അവനെ കൊണ്ട് ദ്രോഹം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പറയുകയാണ്, ഫഹ്ദറൂഹും, നിങ്ങൾ അത്തരക്കാരെ ശ്രദ്ധിക്കണേ,
പിഴച്ചു പോകുന്ന ഭാര്യയെ, മോശമായി പോകുന്ന ഭർത്താവിനെ, മോശത്തരത്തിലേക്ക് പോകുന്ന മക്കളെ ജാഗ്രതയോടുകൂടി ശ്രദ്ധ ചെലുത്തണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഫഹ്ദറൂഹും, അതുകൊണ്ട് അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ. വിഷയം വന്നിട്ട് ശ്രദ്ധിക്കാനല്ല, കുഴപ്പമുണ്ടായിട്ട് ശ്രദ്ധിക്കാനല്ല, അല്ലാതെ ജാഗ്രത പുലർത്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജാഗ്രത പുലർത്തുക. ഇടുക്കിയിൽ അണക്കെട്ട് ഇപ്പൊ പൊട്ടും, എല്ലാരും ജാഗ്രത. അപ്പൊ ഒരു ജാഗ്രത, എല്ലാരും ശ്രദ്ധിക്കുക. പൊട്ടിയാ തീർന്ന്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ജാഗ്രത എന്നതുപോലെ ഇതൊരു പ്രയാസത്തിലേക്ക് പോകും. നിങ്ങളുടെ ശത്രുക്കളാകും, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും. ഒരുപക്ഷെ ദുനിയാവിന് ശത്രുവാകും, നാളെ ആഖിറത്തിനെതിരായി നിൽക്കും. ഈ വാപ്പ എനിക്ക് ദീൻ നൽകിയില്ല, ഈ ഉമ്മ എന്നെ മതം പഠിപ്പിച്ചില്ല, മതബോധമുള്ളവളാക്കിയില്ല, ഖുർആൻ പഠിപ്പിച്ചില്ല, ദീനിയാകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല, മദ്രസയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടില്ല എന്ന് പറഞ്ഞ് നിസ്കാരത്തിന് അലസത വെച്ചു, എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചു, എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസുകൾക്ക് ചേർത്ത് അതുമായിട്ടുള്ള പ്രചോദനം കൊടുത്തു, ഞാൻ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ നിർബന്ധം ചെലുത്തി, എന്നെ അശ്ലീലതയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ പ്രിയപ്പെട്ട മാതാവാണെന്ന് പറഞ്ഞ് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിനക്കെതിരായി ശബ്ദിക്കുന്ന ശത്രുവായി നിന്റെ പ്രിയപ്പെട്ട മകൻ മാറാതിരിക്കാൻ, മകള് മാറാതിരിക്കാൻ ഫഹ്ദറൂഹും, അവരെ ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഭാര്യയെ ശ്രദ്ധിക്കണം. രാവിലെ ഭർത്താവ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകണം, അപ്പോൾ വളർന്ന് ഉറക്കാൻ വിളിക്കണം. റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ, ഒരാള് രാത്രിയിൽ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റുകൊണ്ട് പരിപൂർണമായി വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുമ്മ ഐഖളാഹു ലഹു, അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. ആ ഭാര്യ ഉടനെ വിലങ്ങി കിടക്കുകയാണ്. അവൾ പറഞ്ഞു, എനിക്ക് ശരീരമാസകലം വേദനയാണ്, സുഖമില്ല എന്ന് പറഞ്ഞ് വെറുതെ തമാശയാക്കിക്കൊണ്ട് നിസ്കാരത്തിൽ ആഗവത്തോടുകൂടി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന പെണ്ണിനോട് എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. നമുക്ക് മനോഹരമായ വീട് അല്ലാഹു നൽകിയില്ലയോ, വാഹനം അല്ലാഹു സമ്മാനിച്ചില്ലയോ, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ അല്ലാഹു നൽകിയില്ലയോ, എല്ലാവിധ സന്തോഷവും സമാധാനവുമാകുന്ന അന്തരീക്ഷം അല്ലാഹു നമുക്ക് സമ്മാനിച്ചില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ചുണർത്തുന്നതാകുന്ന ഏതൊരു ഭർത്താവുണ്ടോ, അവളെ നിസ്കരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഭർത്താവുണ്ടോ, വിലങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തൊരൽപ്പം വെള്ളം തെളിച്ചിട്ടാണെങ്കിലും എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ, രാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നതാകുന്ന പെണ്ണ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മനോഹരമാകുന്ന നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ, എനിക്ക് സുഖമില്ല, ഇന്നലെ ദീർഘകാലം ഞാൻ ജോലി ചെയ്തിട്ട് വന്നതാണ്, എനിക്ക് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുറങ്ങുന്ന ഭർത്താവിനോട് റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മുഖത്തേക്ക് അല്പം വെള്ളം തെളിച്ചിട്ടാണെങ്കിലും സുബഹി നമസ്കാരത്തിന് ക്ഷണിക്കുന്നതാകുന്ന ഭാര്യയില്ലയോ, അവർക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൻവർ ഉസ്താദ് അടക്കമുള്ള സമുന്നതരായ ഉസ്താദുമാരുടെ നീണ്ട നിര ഈ സദസ്സിലുണ്ട്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖിദ്മത്തുകളും ദീനിനു വേണ്ടി സമർപ്പിക്കുന്നതാകുന്ന അവരുടെ താല്പര്യവും എല്ലാം ഖിദ്മത്ത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തേക്ക് ചേർക്കുന്ന അമലായി അല്ലാഹു കബൂലാക്കട്ടെ. ആ ബക്കറ്റൊന്നും ഉണ്ടെന്നുള്ള ഒരു ചെറിയൊരു സദക്ക, അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നിസാറുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ആലിമീങ്ങൾ, അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ, സിഹത്ത് അല്ലാഹു പ്രദാനം ചൊരിയട്ടെ. ഒരു സദക്ക എല്ലാവരും കൊടുക്കുക. അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. സമാപന ദിവസം സദക്ക എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കുക. അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുകയും ചെയ്യുമാറാവട്ടെ.
فبثابت الذرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله. ركز محمد رسول الله. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, മഹല്ലിൻ്റെതാകുന്ന പരിപാലക സമിതങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നാട്ടുകാർ, കൂട്ടുകാർ, മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ ഏവരെയും നീ അനുഗ്രഹിക്കണേ നാഥാ. ഈ സദസ്സ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ടാണ് അവർ കേൾക്കുന്നത്, അവർക്കും നീ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ തീർക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഭാര്യയും മക്കളും, അവരിൽ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും. എല്ലാ മക്കളും നമുക്ക് മോശത്തരമാകുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ എല്ലാ മക്കളും തിന്മയിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഒരാള് ചിലപ്പോൾ പോയേക്കാം. അതുകൊണ്ടാണ് ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും എന്ന തബഈലിന്റെ മഅനയ്ക്ക് അല്ലാഹുവിടെ അർത്ഥം വെച്ചത്. ചില ആളുകളെ ശ്രദ്ധിക്കണം, ചിലരെ പ്രത്യേകം ഗൗനിക്കണം. മക്കളെല്ലാവരും സ്വാലിഹീങ്ങൾ, അങ്ങനെയും ആകാൻ ചാൻസ് ഇല്ല. മക്കളെല്ലാവരും മോശത്തരം, അങ്ങനെയും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതെല്ലാവരെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, നല്ലതുപോലെ വീക്ഷിക്കണം. ഫഹ്ദറൂഹും, ജാഗ്രത വേണമെന്ന് ഖുർആൻ പറഞ്ഞു. അവരുടെ വിഷയത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. وَإِن تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. നിങ്ങൾ നിങ്ങളുടെ മക്കൾ ചെയ്യുന്നതാകുന്ന തെറ്റുകൾക്ക് മാപ്പ് ചെയ്യുകയും വതസ്ഫഹു, വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മക്കളോട് സമീപിക്കുകയും വതഗ്ഫിറൂ, അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അത് മാതാപിതാക്കളെ ശ്രദ്ധ ചെലുത്താണ് അല്ലാഹു ഖുർആനിലൂടെ. ചില മാതാപിതാക്കളുണ്ട്, ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും. മക്കളെ തെറ്റിലേക്ക് പോകാതെ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടും എന്തെങ്കിലും ഒരു തെറ്റ് മക്കളിൽ നിന്നുണ്ടായാൽ വലിയതാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പാടില്ല. അവരോട് സമീപിക്കേണ്ട രീതി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ 3 കണ്ടീഷനാണ്, 3 നിയമങ്ങളാണ് വെക്കുന്നത്. ഒന്ന്, നിങ്ങൾ അവർക്ക് മാപ്പ് ചെയ്യുക. രണ്ടാമത്, വിട്ടുവീഴ്ചയുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. സഹിഷ്ണുത മനോഭാവം ഇന്ന് പല ഉപ്പമാർക്കും ഇല്ലാതായി പോയതും ചില ഉമ്മമാർക്ക് നഷ്ടപ്പെട്ടു പോയതും അതാണ്. സഹിഷ്ണുതയില്ല, ക്ഷമയില്ല എന്നർത്ഥം. ഭയങ്കര വിട്ടുവീഴ്ച മനോഭാവം ഇല്ല, എപ്പോഴും ഒച്ചപ്പാടും ബഹളവും. ഒരു ചെറിയ വിഷയത്തിന് എന്റെ മക്കളോട് എപ്പോഴും അടിയും പിടിയും വഴക്കുമായിട്ട് നിൽക്കുക. അങ്ങനത്തെ മക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരാകും, ദുനിയാവിൽ തന്നെ എതിരാകും. ഏറ്റവും വലിയ ഗുണ്ടയായി മാറുന്നത് അവനായിരിക്കും. കാരണം വീട്ടിൽ തന്നെ ഏറ്റവും വലിയ അടിയും ബഹളാണ്. പിന്നെ പോലീസുകാർ ഒരു കേസിന് പിടിച്ച്, കഞ്ചാവിന് പിടിച്ച് പോലീസിനെ ലാത്തിക്കൊണ്ടെന്ന് അവന് ഒരു വിഷയമില്ല. ഇതിനേക്കാൾ വലിയ പ്രഹളവും വലിയ പ്രഹരവും ഒക്കെ വാപ്പാടെ കാത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞു. മതിൽ കെട്ടിയിട്ടിട്ട്, തുണി കെട്ടിയിട്ടിട്ടൊക്കെ അടിച്ച് വശലാക്കിയിരിക്കുന്ന മകന് പിന്നെന്ത് പോലീസുകാരുടെ ലാത്തി? അവൻ കൂളായിട്ട് നടിയുള്ളതാണ്, ചിരിക്കുകയാണ്, അടിയിട്ട് അടിച്ചു. അമാർക്ക് തന്നെ മനസ്സിലായി ഇത് ഹയവാൻ, ഇതിനേക്കാൾ വലിയ ഹിത്താനില്ല. ഇവൻ ഇതിനേക്കാളും വലുത് കണ്ടിട്ടിരിക്കുകയാണ്. വീട്ടിൽ ഇതിനേക്കാൾ വലിയ ഒച്ചപ്പാടും ബഹളവും വലിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കുന്നു. ചില വാപ്പമാരും ചില ഉമ്മമാരും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എത്രയോ വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട്, എത്രയോ വിഷയങ്ങൾ പുറത്തറിയാതിരിക്കുന്നുണ്ട്. ചട്ടം വെച്ചിട്ട് വേക്ക് ചന്തിയിലോട്ട് വെച്ച് കൊടുത്തിരിക്കുക. ഇഷ്ടം കൊള്ളുമ്പോൾ ദോശ വരുന്നതിന്റെ വാപ്പാക്ക് ഒരു സന്തോഷം, ആഹത്ത്.
പഴയ ശൈലി ഇപ്പോഴും അവലംബിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇതൊരു പഴയ ജനറേഷനിൽ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. പണ്ടത്തെ ചില കാടത്ത സ്വഭാവം, ജാഹിലിയത്തിന്റെ ചില സ്വഭാവമുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. സ്വഭാവത്തിലും ഒക്കെ നമുക്ക് മാറ്റം വരേണ്ട കഴിഞ്ഞു. പുതിയ ജനറേഷനാണ്. ഇപ്പൊ ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ മതി, മക്കൾ സ്കൂളിൽ കംപ്ലൈന്റ് ചെയ്താൽ ടീച്ചർമാർ മുഖേന അപ്പ ആള് വരും. ആപ്പ കുറ്റിക്കകത്ത് പോകാൻ അധികം നേരമൊന്നും വേണ്ട. ജയിലിലെ മെയിലൊക്കെ ഒന്ന് നോക്കി വെച്ചോളി, പെട്ടെന്ന് അകത്തോട്ട് പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടുത്തെ മെനു ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അവിടുത്തെ മെനു കണ്ടാൽ പോകാനും തോന്നും. അത് അങ്ങനത്തെ വേറെ സിസ്റ്റം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനോ അല്ല ഈ പറയുന്നത്, മറിച്ച് മക്കളെ നല്ലതുപോലെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. ഇതൊരു നിസ്സാര വിഷയമല്ല. മക്കൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്മാനം, അവരങ്ങനെ തന്നെ സന്മാർഗികളായി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കുല്ലു മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്റ. ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നതാകുന്ന ഓരോ കുട്ടികളും നല്ല രീതിയിലാണ്, ശുദ്ധ പ്രകൃതത്തിന്മേലാണ് അവർ പ്രസവിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. فأبواه يهودانه أو ينصرانه أو يمجسانه. മാതാപിതാക്കളാണ് മക്കളെ പിഴപ്പിക്കുന്നത്. മക്കളെ ബിംബാരാധകരായി, വിഗ്രഹത്തിന്റെ ആരാധകരായി അവരെ മാറ്റുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളാണ്. അവരെ ക്രൈസ്തവരാക്കി മാറ്റുന്നതും മാതാപിതാക്കളാണ്. അവരെ ജൂതനസ്രാനിയാക്കളാക്കി മാറ്റുന്നത് മാതാപിതാക്കളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. മാതാപിതാക്കളാണ് മക്കളെ തിന്മയുടെ വക്താക്കളാക്കി കൊണ്ടുപോകുന്നത്. ലഹരിയിലേക്ക് മക്കൾ പോകാനുള്ളതിന്റെ ഒരു ഭാഗം മാതാപിതാക്കളാണെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. അഥവാ മക്കളിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ കടന്നു വരുന്നുണ്ടോ അത് മാതാപിതാക്കൾ കാരണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. കാരണം കുട്ടികൾ ഇങ്ങോട്ട് പ്രസവിച്ച് വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിന്മേല. ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ടാണ് വീഴുന്നത്. കറകളഞ്ഞ മക്കൾ. ഈ മക്കളിലേക്ക് സിഗരറ്റ് പിടിപ്പിച്ചതാരാ? ഈ മക്കൾക്ക് സിനിമ പരിചയപ്പെടുത്തി കൊടുത്തതാരാ? ഈ മക്കൾക്ക് കഴിക്കുന്ന സമയത്ത് TV വെച്ച് കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചതാകുന്ന ഉമ്മയാരാ? ഈ മക്കൾക്ക് എല്ലാ ഞായറാഴ്ച ദിവസവും അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ സിനിമ പഠിപ്പിച്ചുകൊണ്ട് സമയങ്ങളെ കൊന്നു തീർത്തതാകുന്ന രക്ഷിതാക്കളാരാണ്? ഫാമിലി എന്റർടൈൻമെന്റ്, നല്ല റാഹത്തായിട്ട് ഇരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് സിനിമ കാണുക, ഒരുമിച്ച് തിയേറ്ററിൽ പോകാൻ. പുതിയ ജനറേഷൻ അങ്ങനെയാണല്ലോ. പെരുന്നാൾ ആഘോഷിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റമദാനിൽ മുഴുവൻ നേടിയെടുത്ത ആത്മീയ ചൈതന്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഈദുൽ ഫിത്തറിന്റെ അന്ന് പോയി തിയേറ്ററിൽ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഒന്നിച്ചു പോയിരുന്ന കാലഘട്ടം. നമ്മുടെ തലമുറ അങ്ങനെ തന്നെയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ വീട് പണിയുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേകമാകുന്ന റൂം സൗകര്യം ചെയ്തിരിക്കാൻ, ബാർ കൗണ്ടർ ഫിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് നല്ല സാധനം വാങ്ങിച്ച് മാഹിന്ന് പോയിട്ട് അടിച്ചുകൊണ്ട് വന്ന ഐറ്റം വെച്ചിട്ട് അടിക്കുകയാണ് വാപ്പായും മോനും കൂടെ. കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ. ഇതാണ് നമ്മുടെ പരിപാടി. അല്ലാഹു മുണക്കാക്കട്ടെ. പിന്നെ എങ്ങനെ നന്നാവും? എന്നിട്ട് ഇവൻ കഞ്ചാവ് അടിച്ച് വലിയ ഓവറായി കഴിയുമ്പോൾ വാപ്പ വന്നിട്ട് രാവിലെ സുബൈക്ക് വന്നിട്ട് പറയാം, എന്റെ മകന്റെ തലയ്ക്ക് പിടിച്ചൊന്നും വന്നിരിക്കുക. ആദ്യം വന്നിരിക്കേണ്ട വാപ്പാടെയാണ്. ഈ കോലത്തിലേക്ക് മക്കളെ എത്തിച്ചത് വാപ്പയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച്, ഭാര്യയും ഒന്നിച്ച് കള്ളു കുടിച്ചുകൊണ്ട് ഒന്നിച്ച് ചേസ് പറഞ്ഞിട്ട് അത് റീൽസ് ആക്കിയിട്ട് പരസ്യമായി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാലഘട്ടം അല്ലെ ഇന്നത്തെ തലമുറ. അങ്ങനെയല്ലേ? ഇതൊന്നും ഒരു വിഷയമല്ല, കേസല്ല. ഇതൊക്കെ ഏത് കാലത്തിലെ ഉസ്താദെ ജീവിക്കുന്നത്? ഇത് 2024 ഇപ്പോഴും നമ്മളോട് ഇങ്ങോട്ട് പറയാ. ഉസ്താദ് ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന, ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ഇങ്ങനത്തെ കാലത്താണ് ഇപ്പൊ കഴിയുന്നത്. അതൊന്നും വലിയ വിഷയമുള്ള കേസല്ല എന്നാ പറയും. ഒരാൾ കല്യാണാലോചന നടത്തി. അപ്പം ഉസ്താദുമാരോട് അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ചാൽ കൃത്യമായി വിവരം കൊടുക്കണമെന്നാണ്. കള്ളത്തരം പറയാനും പാടില്ല, കറക്റ്റ് ആയിട്ടുള്ള വിവരം കൊടുക്കണം. എങ്ങനെയുണ്ട് ആ പയ്യൻ, എങ്ങനെയുണ്ട്? അപ്പൊ അവനെ കുറിച്ചുള്ള വിവരം കറക്റ്റ് കൊടുക്കുക. ആള് ചെറിയ കള്ളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. കാരണം ഇവനെ അതിനേക്കാൾ വലിയ അടിക്കുന്ന ആളാണ് അമ്മായിപ്പനാകാൻ പോകുന്ന ഹേവൻ. അതുകൊണ്ട് അവന് വിഷയമല്ല. ഒരാളെ കൊടുന്ന് കിട്ടിയില്ലോ, ഇനിയിപ്പോ പുറത്തോട്ട് പോകണ്ട, കുപ്പി അവനോട് വാങ്ങാൻ പറഞ്ഞാൽ മതി.
ഫ്രീ ആയി. ഇത്രയും നാൾ പൈസ കൊടുത്ത് ക്വാർട്ടർ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി നാളെ മുതൽ ബ്യൂറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്ന് സമയം കളയണ്ട. മരുമോനോട് പറഞ്ഞു വിട്ട അവൻ വാങ്ങിച്ചുകൊണ്ട് വരും, റാഹത്തായി. അല്പം കള്ളു കുടിക്കുന്നവനാണെന്ന് പറഞ്ഞ ഒരു വിഷയമില്ലാത്തൊരു കാലഘട്ടം. അതൊന്നും ഒരു വിഷയമല്ല. കാരണം അനുഭവിക്കുന്നവരാ മകളല്ലേ, മകൾ അനുഭവിച്ചോട്ടെ, വിഷയമില്ലെന്നാ പറയും. ഇതൊന്നും വലിയ പ്രശ്നമില്ലാത്ത ഒരു കാലഘട്ടം. തിന്മയുടെ വക്താക്കൾക്ക് കുടപിടിക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങളുടേതാകുന്ന മക്കൾ അവർ ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീണത് ശുദ്ധ പ്രകൃതത്തിന്മേലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മക്കളെ ജൂതരും നസ്രാനികളും യഹൂദികളും ഒക്കെ ആക്കി തീർക്കുന്നത്, അവരുടെ ആദർശത്തിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടാക്കി തീർക്കുന്നത്, തിന്മയുടെ വക്താക്കളിലേക്ക് മക്കൾ എത്തിച്ചേരാനുള്ള കാരണം മാതാപിതാക്കളാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളുടെ ശ്രദ്ധ കുറവാണ്. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വെറുതെ സ്കൂളിലേക്ക് വിട്ടാൽ പോരാ, മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരാ. എത്ര മണിക്ക് അവിടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നു, എത്ര മണിക്ക് അവിടുന്ന് വിടുന്നു, എത്ര മണിക്ക് മക്കൾക്ക് അവിടുന്ന് ഇവിടേക്ക് എത്താനുള്ള ടൈമുണ്ട്, ഇതൊക്കെ മുമ്പ് ഒരു ജനറേഷന് മുമ്പ് മാതാപിതാക്കളെ ശ്രദ്ധിച്ചിരുന്നു. കറക്റ്റ് സമയം 4 മണിക്ക് സ്കൂൾ വിട്ട 4:30 ആകുമ്പോൾ ഇവിടെ വീട്ടിലെത്തിയില്ലെങ്കിൽ 4:25 എത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ 5 മിനിറ്റ് വൈകിയാൽ ഉടനെ ഉമ്മ പുറത്തിറങ്ങും. അപ്പായ ഫോൺ വിളിക്കുന്നുണ്ട്, പറയും അവളെ കണ്ടില്ല ഇതുവരെ. ഇന്നിപ്പോ ആരാ വിളിക്കും? രാത്രി 12 മണിയായാലും വിളിയില്ല. അവള് വന്നോളൂന്ന്. വാപ്പ ടെൻഷൻ അടിച്ചാലും പോലും ഉമ്മ അറിയാൻ അത് കുഴപ്പമില്ലല്ലോ, കൂട്ടുകാരൻ അവൻ്റെ കൂടെ വന്നോളൂ, വെച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറയും. 12 മണിയാകുമ്പോൾ 4 കാലം കയറി വന്നു, ഒരു വിഷയമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉമ്മാക്കൊരു ടെൻഷൻ ഇല്ല, വാപ്പാക്ക് ടെൻഷൻ ഉണ്ടായപ്പോൾ ഉമ്മാക്ക് ഇതിനെ ടെൻഷൻ ഇല്ല. അവർ ആ കൂട്ടുകാരനായിട്ട് അവിടെ ഉണ്ടാകും, എവിടെയെങ്കിലും ജോലി അടിച്ചിരിക്കുകയായിരിക്കും, പാർക്കിലോ പാർലൊക്കെ ഉണ്ടാകും. മക്കളെ അമിത വിശ്വാസം. പണ്ട് മദ്രസ വിട്ടിട്ട് 2 മിനിറ്റ് വൈകി, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടിട്ട് 5 മിനിറ്റ് വൈകി, അപ്പോഴേ മക്കളെ കുറിച്ചൊരു ആദ്യം ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, എത്ര വൈകി വന്നാലും വിഷയമില്ല. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ രാത്രിയാകുമ്പോൾ ഒരു ഇറക്കമുണ്ട് ചെറുപ്പക്കാർക്ക്. രാത്രിയിൽ പ്രത്യേകിച്ചൊരു ഊരു ചുറ്റലാണ്. എവിടെങ്കിലും പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ 4 കാലും കൊടുത്തിട്ട് അവിടെ ഇരിക്കുക, സിഗരറ്റും വലിച്ച് കഥ പറഞ്ഞ് സൊറ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ജമാഅത്തിനില്ല, അവ്വല് വക്കത്തിൽ നിസ്കരിക്കാനില്ല, സമയാസമയങ്ങളിൽ ഇബാദത്തുകൾക്ക് യാതൊരുവിധ ജാഗ്രതയുമില്ല. വർത്തമാനം പറഞ്ഞ നാട്ടിലുള്ളവരെ കുറിച്ച് ഫനായി ഫസാദും പറഞ്ഞ് എല്ലാ വിഷയത്തിലും ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നെറ്റിയിലും നെച്ചിലും വായിലും ഒക്കെ തിരികെ വെച്ച് ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സമയങ്ങൾ അങ്ങനെ കൊന്നു തീർത്ത് രാത്രിയിൽ വരും. 4 കാലം പറിച്ച് അകത്തേക്ക് വരികയാണ്. ഭക്ഷണമൊന്നും വേണ്ട, ഉമ്മാട് പറയാ. കാരണം എന്താ? കഴിക്കേണ്ടതൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന സാധനങ്ങൾ ഇന്ന് ധാരാളം ഉപയോഗിക്കുന്ന മക്കളായി പുതിയ തലമുറ മാറി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചതാണ് ഈ സിഗരറ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് സിഗരറ്റ്. ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ധാരാളം. എവിടുന്ന് കിട്ടുന്നു ഈ സാധനം? ഗവൺമെന്റ് നിരോധിച്ച സാധനങ്ങളൊക്കെ ഇന്ന് സുലഭമാണ് നമ്മുടെ മക്കളുടെ കൈവശം. ഇലക്ട്രിക് സിഗരറ്റ് അതൊരു മാസം ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. ഉപയോഗിക്കുന്നതിനനുസരിച്ച് 6 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഈ സാധനം ചെറിയ മക്കളുടെ കയ്യും 8ാം ക്ലാസ്സിലും 9ലും 10ലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കൈവശം എങ്ങനെ വന്നു? ഗവൺമെന്റ് തന്നെ അത്ഭുതപ്പെടുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ രാജ്യത്ത് തന്നെ നിരോധിക്കപ്പെട്ട ഈ സാധനം കേരളത്തിലെ കൊച്ചു ഗ്രാമാന്തരങ്ങളിൽ ചെറിയ കുട്ടികളുടെ കൈകളിൽ ഇത് വന്നിരിക്കുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൈകളിൽ. ആലോചിച്ചു നോക്ക്. സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ മണം വരാതിരിക്കാൻ പല ഫ്ലേവർ ഉള്ളതാകുന്ന സാധനങ്ങൾ ഉള്ളതാകുന്ന സിഗരറ്റുകൾ ഇന്ന് സുലഭമാണ്. ഏലക്കയുടെ ഫ്ലേവർ വേണോ? നല്ല റാഹത്തായിട്ട് വലിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഉമ്മായോട് പോയി ഏലക്കയിട്ട് ഒരു ചായ എനിക്കും കൂടി താടിയെന്ന്. അമ്പോ ഇത് വലിച്ചിട്ട് വന്നിരിക്കുക ബാത്റൂമിൽ കയറി. വായിക്കാത്ത മണം മുഴുവൻ നല്ല ഏലക്കാടെ മണം. ആഹാ റാഹത്ത്. വീട്ടിൽ ഏലക്കയില്ല, നോക്കുമ്പോൾ മോളിലെ വായിക്കാത്ത നല്ല ഏലക്കാടെ മണം. ഉമ്മാക്കര ക്ലാസ് ആയിട്ടിയാ കൊള്ളാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന ഫ്ലേവർ വെച്ചുകൊണ്ടുള്ളതാകുന്ന ലഹരിയുടെ സാധനങ്ങൾ, സിഗരറ്റുകൾ. കള്ളു കുടിച്ചാൽ പഴയ കാലങ്ങളിൽ കണ്ണ് ചുമന്നിരിക്കുന്നതുണ്ടായിരുന്നത് അതൊക്കെ മാറി കണ്ണിൽ ഒഴിക്കാനുള്ളതാകുന്ന മരുന്നുകൾ വരെ സുലഭമാണ്. അതിനുള്ളതാകുന്ന തുള്ളി മരുന്നുകൾ വരെ എത്തിച്ച് കണ്ണ് നല്ല വെളുപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടാണ് മക്കൾ നടക്കുന്നത്. പുതിയ തലമുറയ്ക്ക് മാതാപിതാക്കൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ഒരു അരമണിക്കൂർ നല്ല വിദഗ്ധരാകുന്ന ഒരാളുടെ കൈവശം കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഓരോരുത്തരും അവരവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, വിദഗ്ധരാകുന്ന മൊബൈൽ ഫോണിലുള്ള എല്ലാ കള്ളികളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാകുന്ന ഒരു വ്യക്തിയുടെ കൈവശം ഒരു അരമണിക്കൂർ കൊടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. സാധിക്കുമോ?
കൊടുക്കൂല. മൊബൈൽ കൈവിട്ട് കൊടുക്കൂല. അതിനല്ലേ പാറ്റേൺ ലോക്ക്, അതിനല്ലേ കൈയുടെ തമ്പ് വെച്ചിരിക്കുന്നത്, അതിനല്ലേ ഐയുടെ ഇത് വെച്ചിരിക്കുന്നത്. അവന്റെ മുഖം കൊണ്ട് മാത്രമേ ഇത് തുറക്കുള്ളൂ, അവന്റെ കൈവരലുകൾ കൊണ്ട് മാത്രമേ തമ്പ് വെച്ചാൽ ഇത് തുറക്കുള്ളൂ. ആ രീതിക്ക് മാറ്റിയിരിക്കാൻ. ഈ പാറ്റേൺ ലോക്ക് കാണുമൊന്ന് അഴിച്ചാൽ ഇതിനകത്തുള്ളതാകുന്ന എല്ലാ തന്ത്രങ്ങളും എല്ലാ കുതന്ത്രങ്ങളും എല്ലാ തരികിടകളും ലോകമറിയും. അതുകൊണ്ട് ഒരാണാകട്ടെ പെണ്ണാകട്ടെ പരസ്യമായിട്ട് കൊടുക്കാൻ തയ്യാറല്ല. വിദഗ്ധരുടെ കൈവശം ഇവന്റെ എല്ലാ കള്ളികളും വെളിച്ചത്ത് വരും. ഇവന്റെ വാട്സാപ്പ് ചാറ്റിങ്, ഇവന്റെ കോളുകൾ, ഇവന്റെ ഹിസ്റ്ററികൾ, ഇവൻ ആരുമൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നു, മൊബൈൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെല്ലാം സംഭവങ്ങളുണ്ട്, എല്ലാ തരികിടയും വെളിയിൽ വരും. ഏതൊക്കെയാണ് ഇവൻ രാത്രിയിൽ സെർച്ച് ചെയ്യുന്നതാകുന്ന ഭാഗങ്ങൾ, എങ്ങോട്ടൊക്കെയാണ് ഇവൻ കൊണ്ടുപോകുന്നത്, ഗൂഗിളിൽ എന്തൊക്കെയാണ് ഇവൻ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഇവൻ കണ്ടു തീർത്തിട്ടുണ്ട്, എല്ലാം കണ്ടുപിടിക്കപ്പെടും. അതുകൊണ്ട് കൊടുക്കൂല, കൈവിട്ട് കൊടുക്കൂല. അതുകൊണ്ട് ചില ആളുകൾ എന്താ, മൊബൈൽ കേടായാൽ പിന്നെ അത് നന്നാക്കാൻ നിൽക്കത്തില്ല, കുഴിച്ചിട്ടേക്കുമ്പോൾ അതൊക്കെ. കാരണം ഇതെങ്ങാണ് നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാ കടക്കാരൻ നമ്മളെ തിരിച്ചറിയുന്ന മനസ്സിലാക്കിയിട്ട് പകൽ മാന്യന്മാരായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ശ്രദ്ധിക്കണേ, മാതാപിതാക്കൾ മുഖേനയാണ് മക്കൾ പിഴച്ചു പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. യാ അയ്യുഹല്ലദീന ആമനൂ أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള സത്യവിശ്വാസികളെ, പ്രവാചകർ വിശ്വസിച്ചിട്ടുള്ളവരെ, ലോകാവസാനത്തിൽ വിശ്വസിക്കുന്നവരെ, സ്വർഗത്തിൽ വിശ്വസിക്കുന്നവരെ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടുള്ളതാകുന്ന വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണേ. നാറാ, കത്തിച്ചുരിക്കുന്ന നരകത്തെ തൊട്ട് കാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനായ വിശ്വാസിയോട് വിളിച്ചിട്ട് പറയുകയാണ്, മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ്, ശരി തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ണുകളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകരുത്, കാതുകളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകരുത്, കൈകളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകരുത്, കാലുകളെ ഹറാമായ തീരത്തേക്ക് നിങ്ങൾ കൊണ്ടു നടക്കരുത്. കാരണം ഈ കൈകളും ഈ കൈകാലുകളും ഈ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നാളെ നിങ്ങൾക്ക് എതിരായി ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്ന ഒരു സമയം കടന്നു വരുമേ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങൾക്ക് നൽകിയ കാഴ്ചകളും നിങ്ങൾക്ക് നൽകിയ കേൾവി ശക്തികളും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന ആകാര സൗഷ്ഠവങ്ങളും ഈ അംഗലാവണ്യവും ഈ ശരീരഭാഷയും നാളെ നിങ്ങൾക്കെതിരാകുന്ന ഒരു സമൂഹം കടന്നു വരുമേ, എതിരാകുന്ന ഒരു ഘട്ടം നാളെ മഹ്ശറ കടന്നു വരുമേ. അതുകൊണ്ട് നല്ലതുപോലെ ജാഗ്രത പുലർത്തിക്കൊണ്ട് പോകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മാതാപിതാക്കളോട് സ്വന്തം മക്കളെ കുറിച്ച്, അവന്റെ ഇണകളെ കുറിച്ച് ശരിക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഖുർആൻ അവന്റെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അത് കേട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന വിശ്വാസിനികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കണേ. ദുനിയാവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിന്റെ പോഷകാഹാരങ്ങൾ മുഴുവനും കൃത്യമായി
കൃത്യമാക്കി ശരീരത്തിന്റെ ഘടനയെ ശ്രദ്ധിക്കുന്നതാകുന്ന മനുഷ്യ, നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആത്മീയത ഏറ്റവും വലിയ പോഷകാഹാരമായി വേണ്ടുന്നത് നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആത്മീയതയാണ്. ആ ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകല്ല. നീ നമസ്കാരം ചുട്ടുവെക്കുന്നവനാകണേ, നീ നോമ്പുകൾ നോറ്റ് വീട്ടുന്നവനാകണേ, നീ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവനാകണേ, നീ ഹജ്ജ് ചെയ്യുന്നവനാകണം, നീ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നവനാകണം, നീ നിരാലംബർക്ക് അവലംബമാകണം, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണം. പട്ടിണി കിടക്കുന്നവന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് പട്ടിണി മാറ്റാൻ നിന്റെ സമ്പത്ത് കൊണ്ട് നീ തയ്യാറാകണം. അള്ളാഹുവിന്റെ പള്ളിയെ സഹായിക്കണം, മദ്രസകളെ സഹായിക്കണം, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കണം. പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ പശിയടക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് കഴിയണം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ അവന് വസ്ത്രം കൊടുക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് കഴിയുന്നതാവണം. പെങ്ങളെ, നിന്റെ കണ്ണും നിന്റെ ശരീരത്തിൻ്റെതാകുന്ന വസ്ത്രവിധാനവും പരിപൂർണമായി ശ്രദ്ധിക്കണേ. നിന്റെ സ്വന്തം ശരീരത്തെ നീ ഒന്ന് ശ്രദ്ധിക്കണേ. വാഹിലീക്കും നിന്റെ കുടുംബത്തെ ഒന്ന് ഗൗനിക്കണേ. നാറാ, കത്തിച്ചുരിക്കുന്ന നരകത്തെ തീട്ടു സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ